ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആയിരിക്കും. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ചൗരിയാണ്. 1 കപ്പ് ചൗരി നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കഴുകിയെടുക്കണം. വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ വേണം നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് എടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു 15 മിനിറ്റ് നമുക്ക് കുതിരാൻ വേണ്ടി വെക്കാം. വലിയ ചൗവരിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. ഇത് ചെറിയ ചൗവരി ആയതുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റ് വെച്ചത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാര പൊടിച്ചതും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ. ചെറിയ ചെറിയ ബോൾസാക്കി നമ്മൾ ഉരുട്ടിയെടുക്കും. പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടിക്കോളും. ഇതുപോലെ വേണം നമ്മളൊന്ന് ഉരുട്ടിയെടുക്കാൻ. എല്ലാം നമ്മളിപ്പം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി ഇട്ട ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. പാൽപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം പാൽ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചൗവരിയുടെ ബോൾസ് ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ചവരിയുടെ ബോൾസ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ചവരി ആയതുകൊണ്ട് തന്നെ ഇത് അടിക്ക് പിടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടിക്കോളും. ചെറിയ ചെറിയ ബോൾസാക്കി നമ്മൾ ഉരുട്ടിയെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. ഇപ്പം ചവരിയാക്കി ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിനായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടോടെയും സെർവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചൗവരി വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.